ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം.
ബന്ധുക്കൾ എല്ലാവരെയും ഞാൻ ഇന്നത്തെ യാത്രയൊക്കെ ചടങ്ങിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു, സ്വാഗതം അർപ്പിക്കുന്നു. ജലജസ്റ്ററും സരസ്വതിജിയും നമ്മളുടെ സ്റ്റോർ കീപ്പർ നീണ്ട 27 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ദേവസ്വം സർവീസിൽ നിന്നും ഇന്ന് പടിയിറങ്ങുന്നത്. ഞാൻ അവരുടെ ഫയലുകൾ നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് രണ്ടുപേരും ഒരേ സമയത്ത് 1998 ദേവസ്വത്തിൽ സർവീസിൽ വന്നത്. ഒരേ ദിവസം തന്നെ വിരമിക്കുന്ന രീതിയിലാണ് അവരുടെ സർവീസ്. ഇന്ന് വിരമിക്കുന്ന രണ്ടാമത്തെ ജീവനക്കാരി ശ്രീമതി സരസ്വതിയാണ്. ഞാൻ 2001 വരുമ്പോൾ അവർ സ്റ്റോർ കീപ്പറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 98 ഫാർമസിസ്റ്റായി സർവീസിൽ ചേർന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റോറിൽ എപ്പോൾ ചെന്നാലും അവർ പ്രവർത്തന നിരതയായിരിക്കുന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഏത് സമയത്തും ബുക്കെഴുത്തും ബില്ലെഴുത്തും ഒക്കെ തന്നെയാണ്. അവസാനം വൈകുന്നേരം ആകുമ്പോൾ ഒരു 4:30-5 മണിയാകുമ്പോൾ ഞാൻ ഓഫീസ് ടൈം കഴിഞ്ഞ് ഇറങ്ങാറാകുമ്പോഴായിരിക്കും ഒരു ബില്ലുകളുടെ വലിയൊരു ഫയൽ കൊണ്ടുവരാൻ. ഞാൻ ഒരിക്കലും അത് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് വൈകാൻ കാരണമാകുന്നു അല്ലെങ്കിൽ അത് നാളെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയാറില്ല. കാരണം അവർ രാവിലെ മുഴുവൻ അധ്വാനിച്ചിട്ടാണ് ആ ഫയൽ മുഴുവൻ ക്ലിയർ ചെയ്ത് എൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ 4:45 കൊണ്ടുവന്നാലും ഞാൻ ഫയലെല്ലാം സസന്തോഷം വാങ്ങിക്കുകയും അതിൽ നിന്ന് നോക്കാറും ചെയ്യാറുണ്ട്. സ്റ്റോറിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലം കുറവാണ്. നമ്മുടെ സ്റ്റോറിൽ പോയിട്ടുള്ള എല്ലാ ജീവനക്കാർക്കും അറിയാം. അവിടെ സാധാരണ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മളുടെ ആശുപത്രിയിൽ അത്രയും പേഷ്യൻസ് വരുന്ന ഒരു സ്ഥാപനത്തിലേക്കുള്ള മെഡിസിൻസ് മുഴുവൻ വയ്ക്കാനുള്ള ഒരു സ്ഥലം അവിടെ ഇല്ല. 3 വർഷം മുമ്പ് നമ്മുടെ ഫാർമസിയിലൂടെ വിതരണം ചെയ്യുന്ന മരുന്നുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ച് പീഡിയാട്രിക് സിറപ്പൊന്നും നമ്മളിതിൽ കൊടുത്തിരുന്നില്ല. അതിനുശേഷം ചില പരാതികൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ചില ജീവനക്കാരും ചില നാട്ടുകാരൊക്കെ ഉന്നയിച്ചതിന് ശേഷം ഞാൻ സ്റ്റോർ കീപ്പറുമായിട്ട് ശ്രീമതി സരസ്വതിയായിട്ട് സംസാരിച്ചു. നമുക്ക് പറ്റാവുന്ന അത്രയും മരുന്നുകൾ നമ്മൾ ഫാർമസിയിലൂടെ കൊടുക്കണം. സൗജന്യമായിട്ട് കൊടുക്കുന്ന മരുന്നുകളായതുകൊണ്ട് വലിയ സേവനമാണ് ഫാർമസി ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം നമുക്ക് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ അതിന് യാതൊരു ഒബ്ജക്ഷനും പറഞ്ഞില്ല. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ എണ്ണവും അതിലെ ബജറ്റ് അലോക്കേഷൻ ഏകദേശം 4 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചു. ഒരു 20 മെഡിസിൻ കൊടുക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ 80-ലധികം മരുന്നുകളും, അതുപോലെ ബജറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 15 ലക്ഷം എന്നുള്ളിടത്തുനിന്ന് ഇപ്പോൾ 70 ലക്ഷം രൂപയുടെ മരുന്നുകളും നമ്മൾ സ്റ്റോർ ഫാർമസി മുഖാന്തരം രോഗികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു 300% ഇൻക്രീസ് വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് ഇവരെന്തെങ്കിലും ടെക്നിക്കൽ ഒബ്ജക്ഷൻ അതിനകത്ത് പറയും, ഇവിടെ സ്ഥലമില്ല അല്ലെങ്കിൽ ബില്ല് പ്രോസസ്സ് ചെയ്യാൻ സമയമെടുക്കുന്നു എന്ന എന്തെങ്കിലും ഒരു പരാതി അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുള്ളതാണ് ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, അവർ ആ ഒരു കേസിൽ ഒരു പരാതി പോലും പറഞ്ഞില്ല. ഇത്രയധികം വർക്ക് ലോഡ് വന്നിട്ടും മരുന്നുകളുടെ എണ്ണം കൊടുക്കുന്നതും അല്ലെങ്കിൽ ബജറ്റിൽ നമ്മൾ ഇൻറ്റൻഡ് ചെയ്യുന്നതും ഇത്രയധികം കൂട്ടിയിട്ടും അവരവരുടെ പ്രവർത്തനത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടി അതെല്ലാം വളരെ കൃത്യമായി ചെയ്തു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഫാർമസിയിൽ എല്ലാ മരുന്നുകളും ഉണ്ടെന്ന് ആരെങ്കിലും ഇന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നമ്മുടെ സ്റ്റോർ കീപ്പർ ശ്രീമതി സരസ്വതിക്ക് തന്നെയാണ്. നമ്മളുടെ രോഗികൾക്ക് കൊടുക്കുന്ന വലിയൊരു സാന്ത്വനമാണ് ഈ ഫ്രീ മെഡിസിൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മിക്ക പേഷ്യൻസ് ഇവിടെ വരുന്നത്. നമ്മുടെ ഫാർമസിയും സ്റ്റോറും വഴി നമുക്ക് പറ്റാവുന്ന അത്രയും മാക്സിമം അളവിൽ തന്നെ സ്ഥലപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളിന്ന് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടാമത്തെ, അതായത് ഇവിടെ കമ്പ്യൂട്ടർ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. കമ്പ്യൂട്ടർ കൊണ്ടുവരാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിച്ചു. പക്ഷേ ദേവസ്വത്തിലെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, സമയമാവാതെ നടക്കില്ല. ആ സമയം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ്. വളരെ മെത്തോഡിക്കലായിട്ടും വളരെ കൃത്യമായിട്ടും അവരവിടുത്തെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്ര മനോഹരമായി സ്റ്റോർ കൈകാര്യം ചെയ്തിരുന്ന ശ്രീമതി സരസ്വതി നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും വിരമിക്കുകയാണ്. അതിൽ വിഷമമുണ്ട്. പുതിയ സ്റ്റോർ കീപ്പർ അതിനേക്കാൾ
മെച്ചമായി കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഈ റിട്ടയർമെൻറ്റ് ചടങ്ങിന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടെ ഞാൻ സ്വാഗതം പറയുകയാണ്. നമുക്ക് അനുഭവപ്പെടും എന്നുള്ള കാര്യം വാസ്തവമാണ്. ഏതായാലും ബഹുമാനപ്പെട്ട മെഡിക്കൽ സൂപ്രണ്ട് ശ്രീ രാഹുൽ നമ്പെടുത്ത ഇവരുടെ സർവീസ് സംബന്ധം മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദമായി പ്രതിപാദിച്ച സ്ഥിതിക്ക് കൂടുതലായി പറയുന്നില്ല. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജനത സിസ്റ്ററിനും അതുപോലെ തന്നെ സരസ്വതിക്കും അവരുടെ ശിഷ്ടകാലം ശ്രീ ഗുരുവായൂരപ്പം എല്ലാ ഐശ്വര്യങ്ങളും അവരുടെ കുടുംബത്തിനും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഇതെല്ലാം വൈറ്റൽസ് നോക്കുക, ഒരു അഡ്മിഷൻ വന്നാൽ എന്തൊക്കെ ചെയ്യണം അതെല്ലാം ഒരു പേഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ വാർഡിൽ രജിസ്റ്ററുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. എല്ലാ കാര്യത്തിനും നമ്മുടെ ജൂനിയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഹെഡ് നേഴ്സ് ആണെങ്കിലും ശരിക്കും സൂപ്പർവൈസിംഗ് ആയിട്ട് നോക്കി നടക്കാം. എന്നാലും എല്ലാ കാര്യത്തിനും അവരുടെ കൂടെ, അവരുടെ ഒപ്പം എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിൽക്കാറുണ്ട്. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്തൊന്ന് വയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിലും പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ജലജ ആക്റ്റീവ് ആവുന്നത് കാണാം. പിന്നെ ആകെ ഒരു ബഹളമാണ്. എല്ലാവരെയും ഒത്തുകൂടി ആ ഒരു എമർജൻസി സിറ്റുവേഷൻ മാനേജ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ ഒരു ഭാഗത്ത് ഇരിക്കുള്ളൂ. അതിപ്പോൾ ലാസ്റ്റ് ഒരു 3-4 വർഷം കൊണ്ട് ഞാൻ ഒരുമിച്ച് തന്നെ മേൽവാർഡിലുള്ളപ്പോൾ കണ്ടിട്ടുള്ളതാണ് ആ ഒരു ക്വാളിറ്റി. ഓൾ ഇൻ ആളായിട്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടെ സപ്പോർട്ട് ചെയ്ത് ജൂനിയേഴ്സിൻ്റെ കൂടെ നിൽക്കുകയെന്നുള്ളത്. പിന്നെ കുറച്ച് മുന്നേ ഇമ്മ്യൂണൈസേഷൻ ആയിരുന്നു, അതിന് ശേഷം ഇപ്പോൾ OT ആണ്, തിയേറ്റർ ഡ്യൂട്ടി. എല്ലാം അവരുടെ പ്രവർത്തന മേഖലയിൽ അങ്ങേയറ്റം മികവ് കാണിക്കാറുണ്ട്. അത് സാറ് പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, എങ്കിലും വളരെ മികവ് തെളിയിച്ച വ്യക്തി തന്നെയാണ്. ഇത്രയും കാലം ഒരു കംപ്ലൈൻറ്റും കൂടാതെ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. 27 വർഷം ഭഗവാന്റെ അനുഗ്രഹത്താൽ. ഇനിയും റിട്ടയർമെൻറ്റ് ലൈഫ് അത് ആരോഗ്യം, സന്തോഷം, സമാധാനം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവായൂരപ്പനോട്, ആശംസയും കൂടെ. പിന്നെ നമ്മുടെ സരസ്വതിയാണ്. സരസ്വതി എനിക്ക് കൂടുതൽ ഫാർമസിയിലുള്ളപ്പോൾ എനിക്ക് അത്ര കണക്ഷൻ ഉണ്ടായിരുന്നില്ല, കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. കൂടുതലും ആകെ സൈൻ ചെയ്യാൻ വരുമ്പോൾ മാത്രമാണ് കാണുള്ളൂ മേൽവാർഡിൽ വരുമ്പോൾ. അപ്പം എന്തെങ്കിലും 2 വർത്തമാനം പറഞ്ഞ് പോകുന്നല്ലാതെ. പിന്നെ സ്റ്റോറിലേക്ക് ഇത് പ്രൊമോഷൻ കിട്ടി. ആ സമയത്ത് തന്നെയാണ് എനിക്കും മേൽവാർഡിലേക്ക് ഇത് കിട്ടിയത്, പ്രൊമോഷൻ ഇൻചാർജ് ആയത്. ആ സമയത്ത് കൂടുതലും നമുക്ക് മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻറ്റൻറ്റ് എഴുതുക, അല്ലെങ്കിൽ സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ല ക്ലോസ് കോണ്ടാക്റ്റ് വന്നു. അപ്പോഴൊക്കെയും കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു ക്വാളിറ്റി നമ്മുടെ സരസ്വതിക്കുള്ള പ്ലസൻ്റായി നല്ല സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നത് കാണാറുള്ളൂ. ഒരിക്കൽ പോലും കോവർക്കേഴ്സിനോട് ഒരു മുഖം കറുപ്പിച്ച് അല്ലെങ്കിൽ ഒരു ശബ്ദം വ്യത്യാസത്തിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതിനുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം സാറ് പറഞ്ഞ പോലെ കുറേ ഒരു ലോഡ് സാധനങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ റെഡിയാക്കി വെക്കാനായിട്ട് ഇവരെ സ്റ്റാഫിനെ വിളിക്കുമ്പോൾ അവരും ഓരോരോ പണിയിലായിരിക്കും. പക്ഷേ അവരൊന്നും വന്നില്ലെങ്കിലും സരസ്വതിയെ ക്ഷമയോടെ അവർ വരും, പിന്നെ അവരുടെ പണി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളത് ഇതുവരെ. അപ്പോൾ സരസ്വതിയും വളരെ മികച്ച സേവനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. 2 പേർക്കും ബാക്കിയുള്ള റിട്ടയർമെൻറ്റ് ലൈഫ് സന്തോഷം, സമാധാനം നിറഞ്ഞാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ചേച്ചിയുടെ വലിയ കോൺടാക്ട് ഈ അടുത്ത് മെയിൽവാർഡ് ചാർജ് കിട്ടിയതിന് ശേഷമാണ്. ഓരോ ദിവസവും ഞാൻ വന്നിട്ട് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് 414 കാരണം ചേച്ചിയുടെ ഇൻ്റർഫോൺ നമ്പർ അതായിരുന്നു. ഏറ്റവും കൂടുതൽ ഈ കണക്കും കാര്യങ്ങളും വരുന്നതുകൊണ്ട് എപ്പോഴും ചേച്ചിനെ ഇങ്ങനെ വിളിച്ച് ഞാൻ ശല്യപ്പെടുത്താറുണ്ട്. വിളിക്കൽ മാത്രമല്ല ചെന്നും ശല്യപ്പെടുത്താറുണ്ട്. എന്നാലും ചേച്ചി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്ന രമ്യ ചേച്ചിയാണ്. ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടുപേരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഏറ്റവും സന്തോഷകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് പക്ഷെ അതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ എനിക്ക് ഇങ്ങോട്ട് ലിസ്റ്റ് ഓഫർ ചെയ്ത ആളാണ് സിസ്റ്റർ. അതുപോലെ തന്നെ എൻ്റെ കണ്ണേറ്റൻ്റെ അമ്മയ്ക്ക് വയ്യാതായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ സിസ്റ്ററാണ്. കാരണം അമ്മയ്ക്ക് കുറച്ച് ഭയങ്കരമായിട്ട് വാശിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എങ്ങനെ അമ്മേനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് തന്നെ ആകെ ഇതായിരുന്നു. പക്ഷേ സിസ്റ്റർ ഇല്ല മാറ്റി നിർത്തിയിട്ട് അമ്മേനെ ഹാൻഡിൽ ചെയ്തത് സിസ്റ്ററാണ്. പിന്നെ എനിക്ക് അന്ന് ഫാർമസിയിലാണെങ്കിൽ എനിക്ക് കമ്പൽസറി ആയിട്ട് ഡ്യൂട്ടി എടുത്തേ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനായിരുന്നു. ഫാർമസിയിൽ ഡ്യൂട്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അത്രയും കൺസോൾ ചെയ്തത് സിസ്റ്ററാണ്. അന്നത്തെ ടെൻഷനിൽ ഒരു താങ്ക്സ് പോലും ഞാൻ സിസ്റ്ററുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളത് എനിക്ക് സംശയമാണ്. എന്തായാലും ഇന്ന് ഒന്നുകൂടി ഞാൻ സിസ്റ്ററോട് അതിനൊക്കെ താങ്ക്സ് പറയണു. അതുപോലെ സിസ്റ്റർ നേപ്പാൾ ടൂർ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നല്ല, സിസ്റ്ററുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളല്ല ഞാൻ. എന്നാലും എന്നെ കൺസിഡർ ചെയ്ത കാരണം എനിക്ക് ഭയങ്കര ഹാപ്പി തോന്നി. സിസ്റ്റർ എന്നെ കൺസിഡർ ചെയ്തല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് എനിക്ക് തോന്നി. നെക്സ്റ്റ് എൻ്റെ ചേച്ചി, നിങ്ങളെല്ലാവരുടെയും PSK, പക്ഷെ എനിക്ക് എൻ്റെ ചേച്ചിയാണ്. സത്യം പറഞ്ഞ എമോഷണലി ഭയങ്കര ഡൗൺ ആണ് എൻ്റെ സിറ്റുവേഷന്. അത് സിസ്റ്റർ ചേച്ചിക്ക് 1% പോലും പ്രൊഫഷണൽ ഈഗോ എന്ന് പറഞ്ഞത് ഇല്ലാത്തൊരു വ്യക്തിയാണ് ചേച്ചി. അത് കാരണം ഞങ്ങൾ ജൂനിയേഴ്സ് ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് സജഷൻസും ചേച്ചിയുടെ അടുത്ത് സുഖമായിട്ട് പറയാൻ പറ്റാറുണ്ട്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാറുണ്ട്. ഒന്നിനൊരു പേടിയില്ല. മൂപ്പക്കാർ ഒരു ഈഗോ വിചാരിക്കാറില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനും അത് പ്രവൃത്തി ചെയ്യാനും ചേച്ചിക്ക് യാതൊരു മടിയില്ലാത്ത ആളാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ എല്ലാവരും എൻ്റെ സീനിയർ സ്റ്റാഫ്സ് ആയാലും ഈവൻ ജാദവേൻ സാർ, മധു സാർ വരെ പറയാം ഞങ്ങൾ രണ്ടുപേരും ചേച്ചിയാണ് എത്തിനാണ്. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും വിശേഷിപ്പിക്കാറ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരുടെ തമ്മിൽ അതന്നെയാണ്, ഒരു ചേച്ചിയും അനിയത്തിനെയും തമ്മിലുണ്ടാവുന്ന എല്ലാ എമോഷൻസ് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുണ്ടാകുന്നത്. പിന്നെ എല്ലാവരും പറയും ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒറ്റ അഭിപ്രായമാണ്, ഒരേ വാക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം ഈ 11 years ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഞങ്ങൾക്ക് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചെന്ന് പറയാം. പക്ഷെ അത് തെറ്റാണ്. കാരണം രണ്ട് വ്യക്തികളാവുമ്പോൾ എന്തായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. പേഴ്സണലി ഞാൻ അതെല്ലാവരോടും പറയാറുണ്ട്. പേഴ്സണലി ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം വരില്ല. സന്തോഷമായാലും ദുഃഖമായാലും ഞങ്ങൾ ഷെയർ ചെയ്യാറേ ഉള്ളൂ. പ്രൊഫഷണലി ഞങ്ങൾക്ക് വരാറുണ്ട്. കാരണം ചേച്ചിയുടെ രീതി, ചേച്ചിയുടെ പ്രൊഫഷണൽ എത്തിക്സ്, എൻ്റെ എത്തിക്സ്, അത് ഞങ്ങൾ കുറച്ച് ക്ലാഷസ് ഒക്കെ വരും. പക്ഷേ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ്. ഞാൻ എൻ്റെ എല്ലാ ഇതും ഞാൻ കറക്റ്റായിട്ട് ചേച്ചിയുടെ അടുത്ത് ചെയ്യുന്നതാണ്. എൻ്റെ ഹാപ്പിനെസ് ആയാലും ഒരു ദേഷ്യം വന്നാലും ഒക്കെ ചേച്ചിയുടെ അടുത്ത് പ്രകടിപ്പിക്കും. കാരണം ചേച്ചിക്ക് അതിൻ്റെതായ ഒരു ഫ്രീഡം തന്ന കാരണമാണ്. എന്നാലും ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ചേച്ചിക്ക് ഈ 11 years എന്നോട് ഒരിക്കലും പോലും ദേഷ്യം തോന്നിയിട്ടില്ലേ? ചേച്ചിനെ ഡിഫെൻഡ് ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും എന്നോട് ദേഷ്യം തോന്നിയിട്ടില്ലേ? അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞ മറുപടി, ഒരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല, 1-2 പ്രാവശ്യം വിഷമം തോന്നിയിട്ടേ ഉള്ളൂ. ആ ചേച്ചി സത്യം പറയണുണ്ടാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞത് ഒരിക്കലും ഇല്ലടാ. കാരണം നീ എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും അത് എന്തിനാ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു കോവർക്കർ, നമ്മളൊരു കോവർക്കർ, നമ്മൾ ഇത്രയും മനസ്സിലാക്കുന്ന ഒരു കോവർക്കർ എനിക്ക് കിട്ടിയാൽ ഞാൻ ഭയങ്കര ലക്കി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ചേച്ചി സത്യം എൻ്റെ ഒരു ചേച്ചി അമ്മയാണ്. ചേച്ചി എന്ന് മാത്രമല്ല, എൻ്റെ ചേച്ചി അമ്മയാണ്. കാരണം രമ്യയെ ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലേ ഇതൊക്കെ അന്വേഷിച്ച് ഞാൻ എന്തെങ്കിലും എമോഷണലി ഡൗൺ ആകുമ്പോഴും കഴിച്ചില്ലെങ്കിൽ നിർബന്ധിച്ചിട്ട് ഭക്ഷണം കഴിപ്പിക്കുന്ന ആളാണ്. എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ലവ്, സപ്പോർട്ട്, കെയറിങ് വേണ്ട സമയത്താണ് ഞാൻ ചേച്ചിനെ പരിചയപ്പെടുന്നത്. എൻ്റെ ലൈഫിലത്തെ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല, ഫങ്ഷൻസിൽ കൂടാൻ താല്പര്യമില്ല, എല്ലാം കൊണ്ടും ഒരു റോബോട്ടിക് ലൈഫ് എന്ന് പറയില്ലേ, ആ ഒരു ലൈഫായിരുന്നു എനിക്ക്. പക്ഷെ ചേച്ചി അന്നൊക്കെ ഒരു കൊച്ചു മാറ്റം എനിക്ക് കൊണ്ടുവരാൻ ചേച്ചി കുറേ സഹായിച്ചിട്ടുണ്ട്. എന്ത് കാര്യത്തിനും ഒരു ഫങ്ഷന് പോകുമ്പോഴും ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ ചേച്ചി കൂട്ടാക്കില്ല. നീ വന്നില്ലെങ്കിൽ ഞാൻ പോകില്ല എന്നൊക്കെ രീതിയിൽ വാശി പിടിക്കും.
എല്ലാ കാര്യത്തിലും ചേച്ചി കൂടെ സപ്പോർട്ടീവായിട്ടാണ് ഇതുവരെ എനിക്ക് നിന്നത്. പിന്നെ ചേച്ചിയെ പോലെ തന്നെ മോഹനേട്ടനും അതെ, ഒരു ഫംഗ്ഷനൊക്കെ ഇവിടെ വന്ന് ഈവനിങ് ടൈമത്തെ ഫംഗ്ഷനാണെങ്കിൽ അപ്പം തന്നെ ചോദിക്കും രമ്യയെ എങ്ങനെയാണ് വന്നത്, ഏത് രീതി എങ്ങനെയാണ് പോകണമെന്ന് ചോദിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഒന്നുമില്ല ചേച്ചിയില്ലെങ്കിൽ മോഹനേട്ടൻ്റെ ഫോൺ വരും, രമ്യയെ അത് എത്തിയില്ലേന്ന് ചോദിച്ചു വരും. ഞാൻ മിസ് ചെയ്യാൻ പോണത് അവരാ കെയറിങ് ആണ്, അവരാ സ്നേഹം. ഈ 2 ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ട് പോകുള്ളൂന്ന് ആലോചിക്കുമ്പോൾ സത്യമായിട്ട് പറയാം, ഭയങ്കര എനിക്കൊരു ഒറ്റപ്പെടുന്ന ഫീലിംഗ് ആണ് ചേച്ചി ഇവിടുന്ന് പോകുമ്പോൾ തന്നെ. എന്തായാലും ചേച്ചിയുടെ റിട്ടയർമെൻറ്റ് ലൈഫ് മോഹനേട്ടനായിട്ട് അടിച്ചു പൊളിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചേച്ചി, ഐ ലവ് യു ആൻഡ് ഐ മിസ് യു സോ മച്ച്. ചോദിക്കായിരുന്നു. അപ്പോൾ സിസ്റ്റർ എപ്പോഴും പറയും നല്ല ഫ്ലെക്സിബിൾ ആണ്, ഇച്ചിരി ഒരു കുഴപ്പമില്ല, എന്ത് വേണേലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്ത് കണക്കുകളിലുണ്ടാകുന്ന മിസ്റ്റേക്കോ അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് ചേച്ചിയെ സമീപിക്കുമ്പോൾ എപ്പോൾ വിളിച്ചാലും ഒരു മെഡിസിനൊക്കെ നമ്മളിപ്പോൾ ഇൻറ്റൻറ്റ് കുറഞ്ഞു പോയി, അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ചേച്ചി എപ്പോഴും പറയാതെ സാരമില്ല ശരി, അത് എഴുതിക്കോളൂ, ഞാൻ എടുത്തു തരാം എന്നിങ്ങനെ. ലീവാണെങ്കിൽ പോലും ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ലോക്കൽ പർച്ചേസും കാര്യങ്ങളും ഒരു വിമുഖതയും കാണിക്കാതെ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് സ്നേഹം. റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ നല്ലതായിരിക്കട്ടെ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ചേച്ചിയുടെ ഫാമിലി അച്ഛൻ അഡ്മിറ്റ് ആയപ്പോഴാണ് കൂടുതലും ചേട്ടനും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടത്. വളരെ നല്ല ഒരു കുടുംബം സ്നേഹം കണ്ടു. ഒരുപാട് എല്ലാവർക്കും ഒരുപാട് നല്ല ഗുരുവായൂരപ്പൻ നല്ല അനുഗ്രഹങ്ങൾ തരട്ടെ, ആയുസ്സും ആരോഗ്യമുള്ള ലൈഫ് 2 പേർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. എൻ്റെ കൂടെ ഒരു 24 വർക്ക് ചെയ്തു, നന്നായിട്ട് ഭംഗിയായിട്ട് വർക്ക് ചെയ്തു, എല്ലാ പറഞ്ഞതനുസരിച്ച്. ഫാർമസിസ്റ്റ് ഓഫീസർ ചേച്ചി, അത് തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. കാരണം ഇതിലിരിക്കുന്ന പല റിട്ടയർഡായ സ്റ്റാഫിനും എന്നെ അറിയില്ല. എൻ്റെ പേര് വിനീത്. ഞാൻ പുതുതായിട്ട് ഒരു 5 മാസമായി ഫാർമസിയിൽ ജോയിൻ ചെയ്തിട്ട്. സോ ഇമോഷണലി ചേച്ചിയുടെ അത്ര കണക്ഷൻ എനിക്കില്ലെങ്കിലും 5 മാസത്തെ ഒരു പരിചയം മാത്രമേ ഞാനും സരസ്വതി ചേച്ചിയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തത് 1 വർഷത്തെ ഒരു കോളേജിലായിരുന്നു. അപ്പോൾ ആ 1 വർഷം കോളേജിൽ വർക്ക് ചെയ്തിട്ട് ആ ഒരു പീരീഡിൽ ഇറങ്ങുമ്പോൾ ഉള്ള മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഈ 27 വർഷം ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് ആ ഒരു തസ്തികയിൽ നിന്നും വിരമിക്കുമ്പോഴുള്ള മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതേ ഉള്ളൂ. ഫാർമസിയെ സംബന്ധിച്ച് ഞാൻ ആദ്യം തന്നെ ജോയിൻ ചെയ്തപ്പോൾ പല രീതിയിലുള്ള മെയിനായിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റോറിൽ വരുന്ന സാധനങ്ങളെല്ലാം മാനുവലി ചെയ്യുക എന്നുള്ളത് ഇക്കാലത്ത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോയി വളരെ പ്ലസൻ്റായിട്ട് ഈ ഒരു തസ്തികയിൽ നിന്നും വിരമിക്കുന്ന സരസ്വതി ചേച്ചിക്ക് ഇനിയുള്ള റിട്ടയർമെൻറ്റ് ലൈഫ് സന്തോഷവും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജലജ സിസ്റ്ററെ ഇടയ്ക്ക് ഞാൻ സൈൻ ചെയ്യുന്ന ടൈമിൽ മാത്രം കണ്ടു പരിചയവും ഇടയ്ക്ക് ഈ ഇനാഗുറേഷന് വിളിക്കാനായിട്ട് തന്നെ വന്നപ്പോൾ ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ടുള്ള പരിചയമുള്ളൂ. സംസാരിച്ചതിൽ നിന്ന് വളരെ ശാന്ത. ഇവിടെയുള്ള എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, റിട്ടയർ ചെയ്തു പോയ ആൾക്കാർ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരെക്കാൾ യങ്ങറായിട്ട് കാണുന്ന ഒരു ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നിന്നും പോകുന്നത് കൊണ്ടായിരിക്കാം എല്ലാവരും നല്ല സന്തോഷത്തോടെ മുന്നോട്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ റിട്ടയർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല എന്നല്ല അർത്ഥം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കിട്ടുന്ന ടൈം നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്ത്, ഞാൻ പക്വത വളരെ കുറഞ്ഞ ഏജ് ഡിഫറൻസ് ഉള്ള ആളാണ്, എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് നമുക്ക് കിട്ടുന്ന ടൈം പല രീതിക്ക് യൂട്ടിലൈസ് ചെയ്ത് ഓരോ ദിവസവും വിരക്തിയില്ലാതെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ 2 പേർക്കും സാധിക്കട്ടെ എന്ന് എനിക്ക് ഒരു അവസരത്തിൽ പറയുന്നു. ഇവിടെ വരുന്ന ജോയിൻ ചെയ്തത് 2022-ലാണ്. 3 വർഷമായി ഏകദേശം വന്നിട്ട്. ഞാനിവിടെ വരുമ്പോൾ വിചാരിച്ചിരുന്നത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര റഫ് ആൻഡ് ടഫാണെന്നൊക്കെയാണ്. പക്ഷേ ചേച്ചിയായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോഴാണ് ചേച്ചി വളരെ ഒരു പാവമായിട്ടുള്ളൊരു ചേച്ചിയാണ്, ഞങ്ങൾക്കൊരു മുത്തിരിയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എന്ത് കാര്യം പറഞ്ഞാലും
ചേച്ചി ഒരിക്കലും നോ പറയില്ല. ചേച്ചിയെ കൊണ്ട് പറ്റാവുന്ന കാര്യമാണെങ്കിൽ അത് ചേച്ചി ഞങ്ങൾക്ക് മാക്സിമം ചെയ്ത് തരാൻ പറ്റും. ഒരിക്കലും ഒരു മുഖം വീർപ്പിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേച്ചി ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. എപ്പോഴും ഒരു പ്ലസൻ്റാണ്. എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ ചെയ്യാൻ നോക്കാടാ അങ്ങനെയുള്ളൊരു ചേച്ചിയാണ്. ഞാൻ ഇതിന് മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ സൂപ്രണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോസ്റ്റിലിരിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഒരു ഗമ്യമായിരിക്കും. എന്ത് കാര്യത്തിനും അവർ അവരുടേതായിട്ടുള്ളൊരു ഈഗോയിസ്റ്റിക് ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആൾക്കാരല്ല, എല്ലാവരും പാവമാണ്. പിന്നെ ജലജ സിസ്റ്റർ ആണെങ്കിൽ ഞാൻ ഈയിടെയായിട്ടാണ് ജലജ സിസ്റ്ററുമായിട്ട് ഇച്ചിരി കമ്പനി ചെയ്ത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഭയങ്കര ഇതാണെന്നാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു ഡാൻസ് പ്രോഗ്രാം വന്നപ്പോഴാണ് എനിക്ക് ചേച്ചിനെ കൂടുതൽ അറിയാൻ പറ്റിയത്. ചേച്ചി ഭയങ്കര കാണുന്ന പോലെയൊന്നുമല്ല. ചേച്ചി ഇതേപോലെ ഭയങ്കര കുട്ടിത്തോളം സ്വഭാവം ഒരാളൊക്കെ തന്നെയാണ്. പിന്നെ പങ്ക്ച്വാലിറ്റി പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. എന്ത് ഇതിനും കറക്റ്റ് സമയത്ത് ഞങ്ങളെക്കാൾ മുന്നേ ചേച്ചി അന്ന് ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേർക്കും ഇനിയുള്ള ലൈഫ് മുന്നോട്ട് നല്ല അടിപൊളിയായി വരട്ടെ, സന്തോഷവും സമാധാനവും നന്നായിരിക്കട്ടെ എന്ന് ആശംസിച്ചു. എൻ്റെ കുട്ടികളെ പോലെയും എന്നോട് പെരുമാറുന്ന പുതിയ പിള്ളേരുടെ കൂടെ ജോലി കാണിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുവരെ എന്നെ സഹായിച്ചതിന്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 27 വർഷമായി ദേവസ്വം മെഡിക്കൽ സെൻ്ററിൽ ജോലി ചെയ്യുകയും സ്റ്റോർ കീപ്പർ തസ്തികയിൽ നിന്ന് നാളെ വിരമിക്കുകയാണ്. ഈ അവസരത്തിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി PR കുര്യനെയും മുൻ ദേവസ്വം മെമ്പർ ശ്രീ KP ദിവാകരനെയും സ്മരിക്കുന്നു. ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്ത സമയത്ത് ഫാർമസിസ്റ്റുമാരായ ശ്രീ പ്രദീപ്, ശ്രീകുമാർ, പിന്നെ അശോകൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്രദീപ് നമ്മളോടൊപ്പം ഇല്ല. ആ ദുഃഖത്തോടെ ശ്രീ പ്രദീപിനെ സ്മരിക്കുന്നു. ആ സമയത്ത് ജോലിയിലും മറ്റുള്ള കാര്യത്തിലും ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ സഹായിക്കുകയും അതുപോലെ എൻ്റെ ഫാർമസിസ്റ്റ് കുട്ടികൾ എല്ലാവരും സിസ്റ്റർ എന്നും സപ്പോർട്ട് ചെയ്യുകയും നല്ല രീതിയിൽ എന്നെ ജോലിയുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും എന്ന് പ്രത്യേകം നന്ദി പറയുന്നു. എനിക്ക് സ്റ്റോർ കീപ്പറായി പ്രമോഷൻ ലഭിച്ച സമയത്ത് സ്റ്റോർ സംബന്ധമായ പല കാര്യങ്ങളിലും ഞാൻ നേരിട്ട് മെയിൻ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുവന്നു. ഇപ്പോഴത്തെ മെഡിക്കൽ സൂപ്രണ്ട് രാഹുൽ സാർ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ഇടപെടുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ജോലി ടെൻഷനില്ലാതെ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൻ്റെ എല്ലാ കാര്യത്തിലും ബഹുമാനപ്പെട്ട നമ്മുടെ മെമ്പർ മനോജ് ഇടപെടുകയും എല്ലാ കാര്യത്തിലും നല്ല കാണുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഈ ഒറ്റത്തെ സ്റ്റോക്ക് എടുത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പ്രയാസപ്പെടുന്നു. ഞാൻ ജോലിയിൽ ചെയ്തു. ഇത് നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. മെഡിക്കൽ സെൻ്ററിൻ്റെ കുറിച്ച് പോകുന്നതിൽ വളരെ പ്രയാസമുണ്ട്, അതിയായ ദുഃഖമുണ്ട്. ഈ ജോലിയിൽ സഹകരിച്ച മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നോടൊപ്പം എല്ലാ കാര്യങ്ങളും സഹായിച്ച അറ്റൻഡർമാരും പിന്നെ ആരൊക്കെ പറഞ്ഞാലും എന്നോട് സഹായിക്കാനുള്ള വരാറുണ്ട്. അപ്പോൾ അറ്റൻഡർമാർ പ്രത്യേകിച്ച് ഒരുപാട് സഹായിക്കാറുണ്ട്. നന്ദി പറയുന്നു. പിന്നെ എൻ്റെ എല്ലാ വിഭാഗത്തിലുള്ളവരും എല്ലാം സപ്പോർട്ടായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമസ്കാരം. ഞാൻ ചെയ്യുകയാണ്. ആദ്യമായി നമുക്ക് സ്വാഗതം നന്ദി പറയുന്നു. ഡയറക്ടർ സാറിന് നന്ദി പറയുന്നു.
അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് ഇന്ന് ഇവിടുന്ന് വിരമിക്കുന്ന ഹെൽത്ത് സിസ്റ്റർക്കും സർജറി സിസ്റ്റേയും അവർക്കും അവരുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ചടങ്ങിൽ റിട്ടയറായി ഇവിടെ പോയി പരിപാടിക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരും വന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്.
सहस्र